ഭഗവാന് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഈ പുണ്യ വേദിയിൽ നിങ്ങളോടൊപ്പം കുറച്ചു നേരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതും വലിയ അനുഗ്രഹമായും അവർ വലിയ സ്നേഹസാന്ത്വനമായും കരുതുന്നു. 143-ാമത്തെ ആ ജയന്തി സാധാരണ പല മഹത്തുക്കളുടെയും തിരുജയന്തി നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇതുപോലുള്ള നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ സാമൂഹിക ജീവിത എല്ലാ തരത്തിലുള്ള പുരോഗതിയൊക്കെ ഇന്ന് കാണുന്ന തരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള വളരെ കുറച്ച് മഹത്തുക്കളിൽ ഒരാളായിരുന്നു ശുഭാനന്ദ ഗുരുദേവൻ. 1882 ഏപ്രിൽ 28 നമ്മുടെ മധുസൂദനൻ നായർ സാർ പറയും പോലെ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിച്ച് നിറമുള്ള ജീവിതപ്പീലി തന്നു, ചിറകിന് ആകാശവും നീ തന്നു എന്ന് പറയും പോലെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരു വലിയ കേരളക്കരയുടെ ചരിത്രത്തെയും നമ്മുടെ ശ്രീധരമേനോന്റെയും അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ഒരുപാട് കേരള ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറയാൻ എൻ്റെ ഒരു താല്പര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള സുദിനങ്ങൾ, ഇതുപോലുള്ള പുണ്യദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയുള്ള ദിവസങ്ങളായിരിക്കണം. മഹാത്മാക്കളായിട്ടുള്ള ഗുരുക്കന്മാർ നമ്മുടെ പൂർവ്വ സൂരികളായിട്ട് നമ്മൾക്ക് മാത്രം സിദ്ധിച്ചിട്ടുള്ള വലിയ പരമഭാഗ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അവർ കാട്ടിത്തന്നിട്ടുള്ള, അവർ വെളിച്ചമായി നമ്മൾക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള ആ മഹാവാക്യങ്ങളെ, ആ പ്രബോധനങ്ങളെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിതവ്രതമായിട്ട് നമ്മുടെ ജീവിത വൃത്തികളിൽ പ്രവൃത്തികളിൽ നമ്മുടെ കൂടെ എപ്പോഴും പ്രകാശമായിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഇതുപോലുള്ള വലിയ സുദിനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ധ്യാനാത്മകതയിൽ മാത്രം പോരാ. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയായി, എല്ലാവർക്കും പ്രിയങ്കരനായി, എല്ലാവർക്കും ഭഗവാനായി അവതരിച്ച ആ മഹാത്മാവിനെ പ്രതി, ആ മഹാത്മാവിന്റെ ജീവിതത്തെയും ഉപദേശത്തെയും പ്രതി നമ്മൾ ജീവിക്കുമ്പോൾ അതും നമ്മൾ സ്വായത്തമാക്കണം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനായാലും ആ ശ്രീനാരായണ ഗുരുദേവനെ തന്നെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന ശുഭാനന്ദ ഗുരുദേവനായാലും അവർക്ക് നമ്മൾ സമൂഹം എങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച, അവർ സ്വപ്നം കണ്ട ഒരു വലിയൊരു സമൂഹമുണ്ട്. അത് ഇന്നും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം നമ്മളിലൂടെ സംഭവിക്കണം. ഗുരുവിനെ പ്രതി നടക്കുന്ന, ഗുരുവിനെ പ്രതി ജീവിക്കുന്ന നമ്മളിലൂടെയാണ് ആ അവതരതീതി അവതാരഹ എന്ന് വരികയാണ്. ഇവിടുത്തെ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയുടെയും കണ്ണീരിന്റെയും ഫലമായിട്ട് ഭഗവാൻ തന്നെ അവതരിക്കുകയാണ്, മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള വിഷമതകളെയും ഇല്ലാതാക്കാനും വ്യവസ്ഥിതികളെ ഇല്ലാതാക്കാനും അതിനെല്ലാം പരിഹരിച്ച് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി നമ്മളെ ആത്മബോധോദയം എന്ന് പറയുന്ന ഒരു വലിയ സംഘം രൂപീകരിക്കുന്നതാണ് കാണുന്നത്, അല്ലേ? 1932. അപ്പോൾ അതിൻ്റെയൊക്കെ ഉദ്ദേശ്യം, അതിലൂടെയൊക്കെ മനുഷ്യനെ നവീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ നിന്നിരുന്ന എല്ലാ തരത്തിലുള്ള അവശതകളും നിറഞ്ഞ, അന്ധവിശ്വാസങ്ങളും അനാചാരവും നിറഞ്ഞിരുന്ന, ആത്മബോധം ലവലേശമില്ലാതിരുന്ന, അസ്തിത്വം ബോധമില്ലാതിരുന്ന വലിയ ഒരു സമൂഹത്തെ പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിന് സൂര്യനെ പോലെ അറിവിന്റെ പ്രകാശമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മബോധോദയ സംഘം രൂപീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വീണ്ടും എടുത്തു പറയണം, ഇതുപോലുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു ആത്മബോധത്തിന് വേണ്ടിയായിരിക്കണം. എല്ലാ ഋഷീശ്വരന്മാരും നമ്മളോട് പറഞ്ഞു, ഗുരുവിനെ ദർശനമാല എന്നുള്ള കൃതിയിൽ അധ്യാരോപ ദർശനം എന്ന് പറയും. അതായത് യഥാത്മവിദ്യ സങ്കോച തഥാ അവിദ്യാ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം ഇഭാദീഹ പിശാചവത്. ആത്മബോധത്തിന്റെ സങ്കോചം കൊണ്ടാണ് നമ്മൾക്ക് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മാനസിക വ്യഥകളും
നമ്മൾക്കുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ പ്രതിയുള്ള മാനസിക വ്യഥകളും എല്ലാം ആത്മബോധോദയത്തിന്റെ കുറവ് കൊണ്ടാണ് എന്ന് ഗുരു പറയും. അപ്പോൾ ഇതിന്റെയൊക്കെ പരിഹാരം അല്ലേ, നമ്മൾ സമ്പന്നനായാലും ദരിദ്രനായാലും ആരുമായിക്കോട്ടെ, ഇതൊക്കെ ആത്യന്തികമായിട്ട് സന്തോഷവും സുഖവും എല്ലാ തരത്തിലുള്ള ആകുലതകളും ഉണ്ടാകുന്നത് ആത്യന്തികമായിട്ട് എവിടെയാണെന്നറിയാവോ? നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലാണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ബാഹ്യമായ പല സാഹചര്യങ്ങളെ സംബന്ധിച്ചാവാം, ഭൗതികമായ പല സാഹചര്യങ്ങളെ സംബന്ധിച്ചാവാം നമ്മൾക്കുണ്ടാകുന്ന ആകുലതകളും വിഷമങ്ങളും. അതേപോലെ തന്നെ കുറിച്ചുള്ള ആത്മബോധമെന്നാണ് സാധാരണ ഇതിൽ നമ്മൾ ശുഭാനന്ദ ഗുരുദേവൻ നമ്മൾക്ക് പകർന്നു നൽകിയ ആ ആത്മബോധോദയ സംഘം എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാരുടെ ചരിത്രത്തിൽ നോക്കിയാലും അതിനെ അനുകരിച്ച് വന്ന സൂഫിസം തുടങ്ങിയിട്ടുള്ള ലക്ക് വന്നാൽ ആത്മബോധോദയം എന്ന് പറയുമ്പോൾ ആത്മശബ്ദം സംസ്കൃത ശബ്ദമാണ്. അത് സ്വരൂപം എന്നാണ് പറയുന്നത്, തന്റെ സ്വരൂപം. അപ്പൊ ബോധോദയം, ബുധബോധന എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ബോധശബ്ദം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ ആ തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന സംഘമാണ് ഈ കാണുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് അല്ലേ. നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ആകുലതകളും വിഷമങ്ങളും ഉണ്ടാകുന്നതിനും സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഒരേ ഒരു മരുന്ന്, ഇത് ആത്മജ്ഞാനമാണ്, ആത്മബോധമാണ് എന്നുള്ള വലിയ തിരിച്ചറിവ്. ആ തിരിച്ചറിവ് കൊണ്ട് നമ്മൾക്ക് തന്നതാണ്. അതിലൂടെ മാത്രമേ ഏതൊക്കെ തരത്തിൽ നമ്മളെന്നും കാണുന്നു, നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും, എന്തൊക്കെ വലിയ പേരും പ്രശസ്തിയൊക്കെ നേടിയാലും അല്ലേ, ഇത് ചിന്തിച്ചു നോക്കണം. നമ്മൾ എന്തൊക്കെ നേടിയാലും, അത് കാശാകാം, സമ്പത്താകാം, വലിയ മണിമാളികകളാകാം, സംതൃപ്തി എന്ന് പറയുന്ന ഒന്ന് മനുഷ്യന് വിരളമാണ്. സ്ഥായിയായിട്ട് ആരിലും അത് കാണാൻ കഴിയില്ല അല്ലേ. അതിന്റെ മാനദണ്ഡം സമ്പത്തല്ല, പേരും പ്രശസ്തിയുമല്ല, അത് മനസ്സംസ്കരണമാണ്. ആത്യന്തികമായിട്ട് മനസ്സിലുണ്ടാവുന്ന വിശുദ്ധിയാണ്. ഇതൊന്നുമില്ലെങ്കിലും സമാധാനമായിട്ടൊരു മനുഷ്യന് ഇരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് മാനസിക സംസ്കരണമാണ്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ മാനസിക സംസ്കരണമാണ്, മാനസിക ശുദ്ധിയാണ്, വിശുദ്ധിയാണ് ആത്മബോധോദയത്തിന് ഉപാധിയായിട്ടിരിക്കുന്നത്, ഉപകരണമായിട്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ആത്മവിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളാണ്, ഉപാസനകളാണ് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളും നിസ്വാർത്ഥമായ സഹാനുഭൂതിപരമായ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം. ഒന്നും പ്രതീക്ഷിക്കാതെ നിഷ്കാമകർമ്മം എന്ന് പറയും. അപ്പോൾ അതിലൂടെ നമ്മൾക്കുണ്ടാകേണ്ടത് ആത്മവിശുദ്ധിയാണ്. അതിലൂടെ നമ്മൾക്ക് ആത്മബോധം ഉണ്ടാകണം. ആ ആത്മബോധം ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും വ്യാകുലതകളും അസംതൃപ്തിയും അസമാധാനവും എല്ലാം മാറണ്ടേ? വേണ്ടേ? നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? ഒരേ ഒരു കാര്യമാണ്, നമ്മൾ മനുഷ്യരാണ്. ഇന്ന് കാണുന്ന നമ്മളെല്ലാവരും ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച മനുഷ്യരാണ് അല്ലേ. ഇന്ന് കാണുന്ന മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുള്ള വലിയ വ്യവസ്ഥിതിയുണ്ട്, ജാതീയ വ്യവസ്ഥിതി, മതപരമായ വ്യവസ്ഥിതികൾ. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് ഒരു പഴയ ഗോത്ര മനുഷ്യന്റെ പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിന്റെ അല്ലെങ്കിൽ അതിബുദ്ധിയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ വ്യവസ്ഥിതികളെല്ലാം. ഇന്ന് കാണുന്ന ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച ആധുനികമായ ഗുരുക്കന്മാരായിരുന്നു ശുഭാനന്ദ ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവനൊക്കെ അല്ലേ. ആണോ അല്ലേ? അവർ പകർന്നു നൽകിയ വെളിച്ചത്തിന്റെ, പ്രകാശത്തിന്റെ പിൻബലത്തിൽ, അനുഗ്രഹത്തിന്റെ പിൻബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യനൊന്നേ ഉള്ളൂ. ഗുരു പറഞ്ഞു, ഒരേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്ന വലിയ തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ്
ശുഭാനന്ദ ഗുരുദേവൻ ഈ ആത്മബോധോദയ സംഘം തന്നെ സ്ഥാപിക്കുന്നതെന്നാണ് ചരിത്രത്തിൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇരിക്കുന്നു. ഇന്ന് ലോകത്തിലുണ്ടായിട്ടുള്ള 12ഓളം സ്പീഷീസുകൾ പറയും മനുഷ്യവംശം. അതിലൊന്ന് മാത്രമാണ് ഇന്ന് നിലവിലുള്ള. അതിന് ഇന്ന് പറയുന്ന പേരെന്താണെന്നറിയാവോ? എന്താണ്? നമ്മൾ മനസ്സിലാക്കണം. അതാണ് അറിവിന്റെ കേന്ദ്രമാണ് ശുഭാനന്ദ ഗുരുദേവൻ. ഇതുപോലുള്ള കേന്ദ്രങ്ങൾ അറിവിലൂടെ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. ആ മാറ്റമാണ് നമ്മളുടെ വളർച്ച. ആ മാറ്റത്തിലൂടെയാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത്. അത് ഈ ആത്മബോധോദയം എന്ന് പറയും. ഇന്ന് സെൽഫ് നോളജ് എന്ന് പറയും. ഇതിലൂടെ നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കണം. നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കണം. അതിലൂടെ നമ്മളിൽ തന്നെ ആത്മസംസ്കരണം സംഭവിക്കണം. നമ്മളെല്ലാവരിലും ആത്മസംസ്കരണം സംഭവിക്കുമ്പോൾ ഈ സമൂഹത്തിലൊട്ടാകെ ഒരു സംസ്കരണവും സംസ്കാരവും സംഭവിക്കും. അതിലൂടെ ഈ പറയുന്ന സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഇന്ന് കാണുന്ന മനുഷ്യ വിഭാഗം ഒന്നേ ഉള്ളൂ. അത് ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരേ ഒരു മനുഷ്യ വർഗം. ഏതാണ്ട് അടുത്ത കാലത്തുള്ള ഫോസിലിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 3